കളങ്കാവൽ തിയേറ്ററുകളിൽ വലിയ വിജയമായിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ ആദ്യ 100 കോടിയിലേക്കാണ് കളങ്കാവലിന്റെ കുതിപ്പ്. ഇപ്പോഴിതാ ചിത്രത്തിലെ വില്ലൻ കഥാപാത്രമായ മമ്മൂട്ടി ചവച്ചരയ്ക്കുന്ന സിഗരറ്റിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സഹസംവിധായകൻ. ഒറിജിനൽ സിഗരറ്റ് ആണോ എന്ന ചോദ്യത്തോടാണ് മറുപടി. അയാൾ വേഷപ്പകർച്ചയുടെ രാജാവ്, പിടിച്ചിരുത്തുന്ന കളങ്കാവൽ. ഒരു മമ്മൂട്ടി ചിത്രത്തിനായി 8 മാസത്തോളമാണ് നമ്മൾ മലയാളികൾ കാത്തിരുന്നത്. ആ കാത്തിരിപ്പൊരിക്കലും നഷ്ടമല്ലായിരുന്നുവെന്ന് അടിവരയിടുന്ന ചിത്രമാണിത്. മലയാളത്തിന് ഇനിയുമേറെ പ്രതീക്ഷിക്കാവുന്ന ഒരു സംവിധായകനെ കൂടി കളങ്കാവൽ എന്ന ചിത്രത്തിലൂടെ നമുക്ക് ലഭിച്ചു. അല്ല, സിനിമാ ലോകം സംഭാവന ചെയ്തു. വേഷപ്പകർച്ചകൾക്ക് എന്നും അത്ഭുതം സൃഷ്ടിക്കുന്ന താരമാണ് മമ്മൂട്ടി. സാധാരണ നിലയിൽ നായക നടന്മാർ ചെയ്യാൻ ധൈര്യപ്പെടാത്ത കഥാപാത്രത്തെയാണ് കളങ്കാവൽ എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടി തിരഞ്ഞെടുത്തത്. മമ്മൂട്ടി ആയതുകൊണ്ട് തന്നെ ആ കഥാപാത്രം അനായാസമാണെന്ന് പ്രേക്ഷകർ പറയും, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടും. പക്ഷെ ഒരുപാട് മാനങ്ങളുള്ള കഥാപാത്രത്തിലും പകർച്ചകളിലും അദ്ദേഹം കയ്യടി നേടുകയാണ്. സൂക്ഷ്മാഭിനയത്തിൽ തന്നെ വെല്ലാൻ മറ്റാരുമില്ലെന്ന് സ്റ്റാലിൻ ദാസ് എന്ന കഥാപാത്രം തെളിയിച്ചു. തിരുവനന്തപുരം ഭാഷയിൽ തിളങ്ങുകയാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം. ചില സീനുകൾ കാണുമ്പോൾ മമ്മൂട്ടി എന്ന മഹാനടനെതിരെ നമുക്ക് കൈധരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ആ മഹാനടന്റെ വിജയമെന്ന് നമുക്ക് ഉറപ്പിക്കാം. മമ്മൂക്കിയുടെ പീക്ക് ലെവൽ പെർഫോമൻസ് മമ്മൂക്ക കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മൾ കണ്ട മമ്മൂക്കയല്ല ഈ സിനിമയിലുള്ളത്. പക്കാ സൈക്കോ. ക്ലൈമാക്സ് ഒരു ചിരിയുണ്ട്. എന്റെ പൊന്നോ, ഒരു രക്ഷയുമില്ല. അതിനാൽ തന്നെ പ്രേക്ഷകരുടെ സ്വീകാര്യത കൊണ്ട് അതിവേഗം കുതിച്ച് കളങ്കാവൽ മുന്നേറുകയാണ്. 5ാം ദിനത്തിലും ബോക്സ് ഓഫീസിൽ സ്റ്റാൻലിയുടെ വിളയാട്ടം. മമ്മൂട്ടിയുടെ വില്ലൻ വേഷവും വിനായകന്റെ നായകവേഷത്തിലുള്ള പ്രകടനം തന്നെയാണ് പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്നത്. ചിത്രം തിയേറ്ററിലെത്തി 5ാം ദിനം പിന്നിടുമ്പോൾ ബോക്സ് ഓഫീസിലും വമ്പൻ കളക്ഷനാണ് ചിത്രം നേടുന്നത്. ആഗോളതലത്തിൽ 52 കോടിക്ക് മുകളിൽ ചിത്രം സ്വന്തമാക്കി. ഇന്ത്യയിലെ നെറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് 22 കോടിക്ക് മുകളിലാണ്. ഗ്രോസ് കളക്ഷൻ 26 കോടിയും ഓവർസീസിൽ നിന്ന് 26 കോടിയും ചിത്രത്തിന് ലഭിച്ചു. മലയാളത്തിൽ നിന്ന് മാത്രം 22 കോടിക്ക് മുകളിലാണ് കളങ്കാവൽ സ്വന്തമാക്കിയത്. ആദ്യ ദിനത്തിൽ കേരളക്കരയിൽ നിന്ന് 5 കോടി രൂപയാണ് ലഭിച്ചതെങ്കിൽ 2ാം ദിനത്തിൽ മാജിക്കായി 5 കോടിക്ക് മുകളിൽ നിന്നും തേരോട്ടം തുടങ്ങി. 3ാം ദിനത്തിൽ 6 കോടി എന്ന തിളക്കത്തിലേക്കും കളങ്കാവൽ എത്തി. കേരളത്തിലും വിദേശത്തും ഗംഭീര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. വില്ലൻ വേഷത്തിൽ മമ്മൂട്ടിയും നായകവേഷത്തിൽ വിനായകനും ചിത്രത്തിലെത്തിയപ്പോൾ ആകാംക്ഷ ഇരട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പ്രേക്ഷകർ കോരിത്തിരിച്ചിരുന്നു തന്നെയാണ് ചിത്രം കണ്ടത്. ചിത്രത്തിൽ മമ്മൂട്ടി സിഗരറ്റ് ചവച്ചു തുപ്പുന്ന സീൻ മമ്മൂട്ടി കയ്യിൽ നിന്ന് ഇട്ടതാണെന്നും സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും അത്ഭുതപ്പെട്ടുവെന്നും ഒരഭിമുഖത്തിൽ സംവിധായകൻ ജിതിൻ വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ ആ സീനിന് പിന്നിലെ മറ്റൊരു സർപ്രൈസ് കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായ ആഷിഖ് സലാം. മമ്മൂട്ടി ചവച്ചു തുപ്പുന്ന ആ സീനിൽ ഉപയോഗിച്ചത് യഥാർത്ഥ സിഗരറ്റ് തന്നെയാണെന്ന് ആഷിഖ് പറയുന്നു. സിഗരറ്റ് കത്തിക്കാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്നതെന്നും എന്നാൽ അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്ന കാര്യം തങ്ങൾ അറിയുന്നത് അതിന്റെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണെന്നും പറയുന്നുണ്ട്. എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ രോമാഞ്ചം തന്ന സീനാണ് മമ്മൂക്ക സിഗരറ്റ് ചവച്ചു തുപ്പുന്ന സീനെന്നും അദ്ദേഹം പറയുന്നു. സിഗരറ്റിനെ ഒരു ടൂളാക്കിയാണ് സിനിമയിൽ ഉടനീളം മമ്മൂട്ടി ഉപയോഗിക്കുന്നത്. ആ ഷോട്ടിന്റെ വിഷ്വൽ ഡിസൈൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞു സെറ്റ് ചെയ്തിരുന്നു. എങ്ങനെയാണ് മമ്മൂട്ടി എന്ന ആൾ ഇന്ന് നമ്മൾ കാണുന്ന മമ്മൂട്ടിയായി മാറിയെന്നതിന്റെ തെളിവ് കൂടിയായിരുന്നു ആ സീനെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ചിത്രം വൈകാതെ 50 കോടി കടന്ന് 100 കോടിയിലേക്ക് എത്തുമെന്നും ഉറപ്പാണ്. ഇത് ആരാധകരുടെ പ്രതീക്ഷ തന്നെ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.